മനീഷാ പഞ്ചകത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ബ്രഹ്മൈവാഹമിതം എന്ന പദം നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ ആര് എന്ന അന്വേഷണത്തിന് ഒരു ശാസ്ത്ര സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യം തന്നെ ഞാൻ ആരല്ല എന്ന് വിചാരം ചെയ്യണം, സ്വയം നിരീക്ഷിച്ചിട്ട്. അങ്ങനെ ശരീരേന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികളെ ഞാനല്ല എന്ന് ബോധിച്ചു. പിന്നെ ഞാൻ ആരാണെന്ന് ചിന്തിക്കുകയാണ്. ആ ചിന്ത ഒരു ഉപനിഷത്തിൻ്റെയും സഹായമില്ലാതെ തന്നെ ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഞാനെന്നുള്ള ബോധം എപ്പോഴും ഒരു പ്രത്യക് ബോധമാണ്. ശരീരവുമായി ബന്ധപ്പെട്ട് പരിമിതമായ ബോധമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സച്ചിദാനന്ദമാണ് എന്നറിഞ്ഞാൽ പോലും എല്ലാ ബന്ധനങ്ങൾക്കുപരി എത്തില്ല. എന്തുകൊണ്ട്? ഞാനെന്ന് പറയുമ്പോൾ സ്വാഭാവികമായുള്ള പരിമിതികൾ അവിടെ ഒഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ സച്ചിദാനന്ദമാണെന്ന അറിവല്ല മോക്ഷപ്രദമായത്. ഞാൻ അപരിമിതമാണ്, സച്ചിദാനന്ദമായ ഞാൻ പരിമിതികളില്ലാത്തവനാണെന്ന അറിവാണ് മോക്ഷപ്രദമായത്. അവിടെ ദേശകാല വസ്തു പരിമിതികൾക്കുപരിയാണ് താൻ എന്ന ബോധം പ്രകാശിക്കണം. അതാണ് ബ്രഹ്മൈവാഹം എന്ന് പറയുന്നത്. ബ്രഹ്മശബ്ദത്തിന് സർവജഗത് കാരണം, സർവജഗത് ആശ്രയം, സർവജഗത് നിധനം എന്നർത്ഥം മനസ്സിലാക്കാം. ഞാനെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ ബ്രഹ്മം ആത്യന്തികമായ സത്യമാണ്. ബ്രഹ്മസംബന്ധിയായിട്ട് നമുക്ക് യുക്തിപൂർവ്വം ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ ശാസ്ത്രം മാത്രമാണ് ഗതി. നേരത്തെ പറഞ്ഞു, ആത്മവിഷയത്തിൽ ശാസ്ത്രം ആവശ്യമില്ല. പക്ഷേ ബ്രഹ്മവിഷയത്തിൽ ശാസ്ത്രം മാത്രമാണ് പ്രമാണം. അവിടെ പരിപൂർണ ശ്രദ്ധയോടുകൂടി വേദാന്ത ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ബ്രഹ്മമെന്നാൽ സച്ചിദാനന്ദമാണെന്നറിയുന്നത്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, വിജ്ഞാനമാനന്ദം ബ്രഹ്മ. ഇങ്ങനെ അനേക ശ്രുതിവാക്യങ്ങൾ ബ്രഹ്മം സത്യമാണ്, ചിത്താണ്, ആനന്ദമാണെന്ന് ബോധിപ്പിക്കും. അപ്പം യുക്തിയിലൂടെ ഞാൻ സത്ത് ചിത്ത് ആനന്ദം എന്ന് മനസ്സിലാക്കി, ശാസ്ത്രം ബ്രഹ്മവും സത്ത് ചിത്ത് ആനന്ദമെന്ന് ബോധിപ്പിക്കുന്നു. ഈ ബോധ്യം ബ്രഹ്മവും ഞാനും ഏകം തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള അറിവിലേക്ക് എത്തി. ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള വിചാരം ഞാനെന്നുള്ള ഉപാധിയെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപം സത്ത് ചിത്ത് ആനന്ദമാണെന്നുള്ള ബോധമാണ്. എപ്രകാരമാണോ കണ്ണാടിയിൽ പ്രതിഫലിച്ചിരിക്കുന്ന സൂര്യൻ സൂര്യൻ തന്നെയായിരിക്കുന്നത്, കണ്ണാടിയുടെ വർണ്ണവിശേഷമനുസരിച്ച് ആകാരഭേദങ്ങൾ വർണ്ണഭേദങ്ങൾ പ്രതിഫലിത സൂര്യനിൽ ഉണ്ടാകുമെങ്കിലും വസ്തുതത്വം സൂര്യൻ തന്നെയാണെന്നതുപോലെ സച്ചിദാനന്ദമായ ബ്രഹ്മമാണ് ജീവോപാധിയിൽ ജീവനായിട്ട് പ്രഭാസിക്കുന്നത്. ഈ യാഥാർത്ഥ്യമാണ് ബ്രഹ്മൈവാഹം. വാസ്തവത്തിൽ വേദാന്തത്തിൻ്റെ പരമതാത്പര്യബോധകമായ മഹാവാക്യത്തിൻ്റെ സാരമാണിത്. മഹാവാക്യം എന്ന് പറഞ്ഞാൽ ആത്മബ്രഹ്മൈക്യമാണല്ലോ വേദാന്തത്തിൻ്റെ വിഷയം. ഈ ആത്മബ്രഹ്മൈക്യത്തെ വിശദമായിട്ടാണ് വേദാന്ത ശാസ്ത്രങ്ങൾ നമ്മോട് ഉപദേശിക്കുന്നത്. ആ കൂട്ടത്തിൽ ആത്മബ്രഹ്മൈക്യത്തെ ഉപദേശിക്കുന്ന ഏകവാചകങ്ങളുണ്ട്. അത്തരം വാചകങ്ങൾക്കാണ് നമ്മൾ മഹാവാക്യങ്ങളെന്ന് പറയുക. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. ഇതാണ് 4 മഹാവാക്യങ്ങൾ. ഓരോ വേദത്തിനും ഒന്നെന്ന തോതിൽ പ്രത്യേകം പ്രത്യേകം ആചാര്യ പരമ്പര വ്യാഖ്യാനിച്ചു തന്ന 4 മഹാവാക്യങ്ങൾ. ആ മഹാവാക്യ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മൈവാഹം, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു. അപ്പം ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് പറയുന്ന സമയത്ത് വലിയൊരു പ്രശ്നം അവിടെയുണ്ട്.
കാരണം ബ്രഹ്മമെന്ന് പറഞ്ഞാൽ സമഷ്ടി കാരണമെന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശ്വരൻ്റെ ലക്ഷ്യാർത്ഥമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അഹം, ഞാൻ എന്ന് പറയുമ്പോൾ വ്യഷ്ടി തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ജീവൻ്റെ ലക്ഷ്യാർത്ഥമാണ്. ഇപ്പം ജീവൻ്റെ ലക്ഷ്യാർത്ഥം ആത്മാ, ഈശ്വരൻ്റെ ലക്ഷ്യാർത്ഥം ബ്രഹ്മം. ബ്രഹ്മം എപ്പോഴും സമഷ്ടി ചേതനയാണ് എന്ന രീതിയിലാണ് ഉൾക്കൊള്ളപ്പെടുന്നത്. ആത്മാ എപ്പോഴും വ്യഷ്ടി ചേതന എന്ന രീതിയിലാണ് ഉൾക്കൊള്ളപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ രണ്ടും ഒന്നാവും? ഭിന്നമല്ലേ? ഈ ചർച്ച വരുമ്പോഴാണ് വാച്യാർത്ഥത്തെ മാറ്റി നമ്മൾ ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്നത്. കണ്ണാടിയിൽ മഞ്ഞയായി പ്രതിഫലിക്കുന്ന സൂര്യൻ കണ്ണാടിയെ നീക്കിയാൽ വർണ്ണരഹിതനായ സൂര്യനാണ് എന്ന പോലെ ജീവോപാധിയിൽ, ജീവഭാവത്തിൽ പ്രകാശിക്കുമ്പോഴും ബ്രഹ്മം സച്ചിദാനന്ദമാണ്. ഈ ഒരു തരത്തിൽ നിരൂപണം ചെയ്ത് വാച്യാർത്ഥത്തിനപ്പുറത്തേക്ക് പോയിട്ടാണ് മഹാവാക്യത്തിൻ്റെ ലക്ഷ്യാർത്ഥം മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കലിലാണ് ബ്രഹ്മൈവാഹം എന്ന് ദൃഢമായി പ്രഖ്യാപിക്കുന്നത്. അത്രമാത്രമോ അല്ല, ഇദം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം, ഇദം ജഗത്ത് ച, ഈ ജഗത്തും ബ്രഹ്മം തന്നെയാണ്, ഈ ജഗത്തും ബ്രഹ്മം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ആദിമ ജിജ്ഞാസയ്ക്ക് മൂലമായിരിക്കുന്നത് ഈ ജഗത്ത് എന്ത്, ഇതെവിടെന്നാ, ഇതിനെ നിയന്ത്രിക്കുന്നതാര്, ഇപ്രകാരം സംശയിക്കുന്ന ഞാനാര് എന്നീ വിധം ജീവൻ, ജഗത്ത്, ഈശ്വരൻ, ജീവൻ എന്നീ മൂന്ന് തത്വങ്ങളാണ് മനുഷ്യൻ്റെ ജിജ്ഞാസയുടെ ആദിമ മൂലങ്ങൾ. ജഗത്ത് ചലനാത്മകമായ ഈ പ്രപഞ്ചമാണ്. അപ്പം ഇവിടെ ബ്രഹ്മം ഞാൻ തന്നെ എന്ന് പ്രഖ്യാപിച്ച ഉടനെ ജഗച്ച, ജഗത്തും എന്ന് പറയുന്നു. അതെങ്ങനെ മനസ്സിലാക്കണം? ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് അടുത്ത പ്രാവശ്യം വിചാരം ചെയ്യാം.